ഔസ് ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സന്മാർഗം പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വർത്തമാനകാല മുസ്ലിങ്ങൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്തിൽ പരിഷ്കരണത്തിനു വേണ്ടി ആരുടെയും ആവശ്യമില്ല എന്നും ഉലമാക്കളും ഉമറാക്കളും ഒക്കെ ഉള്ള സ്ഥിതിക്ക് ഒരു തരത്തിലുള്ള പ്രവാചകൻ്റെയും ആവശ്യകത അവശേഷിക്കുന്നില്ല എന്നും സമ്പൂർണമായ വിശുദ്ധ ഖുർആനും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി സുന്നത്തും ഇവിടെ നിലനിൽക്കുമ്പോൾ മറ്റ് യാതൊരു തരത്തിലുള്ള ബോധനങ്ങളുടെയും ആവശ്യമില്ല എന്നും ശഠിക്കുന്നവരാണ്. ഈ ആവശ്യത്തെ അല്ലെങ്കിൽ തങ്ങളുടെ ഈ വാദഗതിയെ സ്ഥാപിക്കുന്നതിന് വേണ്ടി പല തരത്തിലുള്ള ഉപായങ്ങളും അവർ മെനഞ്ഞെടുക്കാറുമുണ്ട്. പക്ഷേ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിൻ്റെ ശോചനീയാവസ്ഥയിൽ നിന്നുള്ള പരിഹാര മാർഗമായി നിർദ്ദേശിച്ചത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു വാഗ്ദത്ത പരിഷ്കർത്താവിൻ്റെ ആഗമനത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത വിശേഷണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്തു. അതിലൊരു വിശേഷണം ഉമ്മത്തി നബിയായിരിക്കുമെന്നാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സൂറ ജുമ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വ ആഖരീന മിൻഹും ലമ്മ യൽഹഖു ബിഹിം എന്ന ആയത്ത് അവതരിച്ചപ്പോൾ സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മറ്റൊരു നിയോഗത്തെ അനുഭവിക്കുന്നതിന് സ്വാഭാവികന്മാരായ വിഭാഗമെന്ന്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി കൊടുത്തുകൊണ്ട് പറഞ്ഞത്, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗകാനുൽ ഈമാനു ഇന്ദ സുറയ്യ ലനാലഹു റജുലും ഔ റിജാലും മിൻ ഹൗലായി. അതായത് ഈമാൻ കാർത്തിക നക്ഷത്രത്തോളം ഉയർന്നു പോയാലും സൽമാനുൽ ഫാർസിയുടെ വംശത്തിൽ നിന്നുള്ള ഒരാളോ ചിലരോ അതിനെ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണ്. ഇത് സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകളാണ് ഇന്ന് ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത്. പതിവ് പോലെ എന്നോട് ഇപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഹമ്മദിയ മുസ്ലിം മിഷണറി മൗലവി മുഹമ്മദ് അഹമ്മദ് സാഹിബാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വിശദീകരണത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ ആരംഭിക്കാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജുമയുടെ പ്രാരംഭ വചനങ്ങളിലാണ് ഈ ആഖരീന മിൻഹും ലമ്മ യൽഹഖു ബിഹിം എന്ന പ്രയോഗം വന്നിട്ടുള്ളത്. അതിൻ്റെ തുടക്കം മുതൽ ഇങ്ങനെയാണ്, യുസബ്ബിഹു ലില്ലാഹി മാഫിസ് സമാവാതി വൽ അർദിൽ മലിക്കിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹക്കീം ഹുവല്ലദി ബാസഫിൽ ഉമ്മിയീന റസൂലം മിൻഹും യത്ലു അലൈഹിം ആയാത്തിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫി ളലാലിൻ മുബീൻ വ ആഖരീന മിൻഹും ലമ്മ യൽഹഖു ബിഹിം വഹുവൽ അസീസുൽ ഹക്കീം. അതിൽ തുടക്കത്തിൽ അള്ളാഹുവിൻ്റെ 4 സിഫത്തുകളെക്കുറിച്ച് പരാമർശിക്കുന്നു. അതിനുശേഷം പറയുന്നത്, അവൻ തന്നെയാണ് തൻ്റെ ദൂതനെ ഉമ്മീങ്ങളിൽ നിയോഗിച്ചത്, അവരിൽ നിന്നുള്ള ഒരു ദൂതനെ നിയോഗിച്ചത്. യത്ലു അലൈഹിം ആയാത്തിഹി, അവൻ്റെ ആയത്തുകൾ അവരുടെ മേൽ ഓതി കേൾപ്പിക്കുന്ന നിലയിൽ. വയുസക്കീഹിം, അവരെ പരിശുദ്ധീകരിക്കുന്നു. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് കിതാബും ഹിക്മത്തും ഗ്രന്ഥവും ജ്ഞാനവും അവർ പഠിപ്പിക്കുന്നു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫി ളലാലിൻ മുബീൻ, അതിനു മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. വ ആഖരീന മിൻഹും ലമ്മ യൽഹഖു ബിഹിം, മറ്റൊരു സമുദായത്തിലും അദ്ദേഹത്തിൻ്റെ നിയോഗമുണ്ടാകും, അവർ ഇന്നേ വരെ അവരുമായിട്ട് ചേർന്നിട്ടില്ല. വഹുവൽ അസീസുൽ ഹക്കീം, അള്ളാഹു പ്രതാപവാനും യുക്തിജ്ഞനുമാകുന്നു. ഇവിടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മീയങ്ങളിൽ നിയോഗിക്കപ്പെടുകയും അവർക്ക് ആയത്തുകൾ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കുകയും അവരെ പരിശുദ്ധീകരിക്കുകയും അവർക്ക് ഗ്രന്ഥവും ജ്ഞാനവും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അതിനു മുമ്പ് അവർ വഴികേടിലായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം വ ആഖരീന മിൻഹും ലമ്മ യൽഹഖു ബിഹിം, അവരോട് ഇന്നേ വരെ ചേർന്നിട്ടില്ലാത്ത മറ്റൊരു സമുദായത്തിലും എന്ന പ്രയോഗം വരുന്നു. അപ്പോൾ സഹാബത്തിനോട് ഇന്നേ വരെ ചേർന്നിട്ടില്ലാത്ത മറ്റൊരു സമുദായത്തിലും എന്ന് പറഞ്ഞപ്പോൾ സഹീഹുൽ ബുഖാരിയിൽ കിതാബ് തഫ്സീറിൽ സൂറത്ത് ജുമയുടെ തഫ്സീറിൽ ആഖരീന മിൻഹും ലമ്മ യൽഹഖു ബിഹിം എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു നിവേദനം രേഖപ്പെടുത്തുന്നു. ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ ഇപ്രകാരമാണ്, ഈ ആയത്തിറങ്ങുമ്പോൾ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിധാനത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, മൻഹും യാ റസൂലല്ലാഹ്,
മറ്റൊരു സമുദായത്തിലും അങ്ങയുടെ നിയോഗമുണ്ടാകുമെന്ന് പറഞ്ഞത് ആ വിഭാഗം ആരാണ് എന്ന്. ഈ വരുന്ന ആളെ സംബന്ധിച്ചല്ല അന്വേഷിക്കുന്നത്, മറിച്ച് മറ്റു അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സമുദായത്തെക്കുറിച്ചുള്ള അന്വേഷണം. അവരുടെ കൂടെ, അതായത് സഹാബത്തിൻ്റെ ഇടയിൽ ഉമ്മീങ്ങളിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്. ഇനി അവരോട് ഇന്നേവരെ ചേർന്നിട്ടില്ലാത്ത വേറൊരു സമുദായത്തിലും റസൂൽ തിരുമേനി നിയോഗിക്കപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ ചോദിക്കുന്നത് ആ സമുദായം ഏതാണ്, തങ്ങളോട് ചേരാത്തൊരു സമുദായം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവരുടെ ചോദ്യത്തിൽ ഇതേ പ്രവാചകൻ തന്നെ പിന്നീട് നിയോഗിക്കപ്പെടും എന്ന ഒരു ധ്വനി നിലകൊള്ളുന്നുണ്ട്. കാരണം അവർക്ക് സംശയം ഏതാണ് സമുദായം എന്നാണ്. ഈ ചോദ്യം 3 പ്രാവശ്യം ആവർത്തിക്കപ്പെടുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകുന്നില്ല. റസൂൽ തിരുമേനിയുടെ പൊതു ഒരു സുന്നത്ത്, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നടപടിക്രമത്തിൽ നാം കാണുന്നത്, സാധാരണ രീതിയിൽ കാണുന്നത്, 3 പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് പിന്നീട് മറുപടി പറയുമ്പോൾ ജിബ്രീലിൽ നിന്ന് മറുപടി കിട്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ളത്. അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന മറുപടിയാണ് പറയാറുള്ളത്. അത് പല ഹദീസിലൊന്നും അത് മനസ്സിലാവുന്നു. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിലുണ്ടായിരുന്ന ഇഷ്ടം പോലെ തൻ്റെ സഹാബത്ത്, അറബികളായിട്ടുള്ള, ഖുറൈശികളായിട്ടുള്ള, മദീനക്കാരായിട്ടുള്ള ആളുകളുണ്ട്. ഇതൊക്കെ ഉണ്ടാകുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്യുന്നത്? സൽമാനുൽ ഫാർസി വംശജരിൽപ്പെട്ട ഒരാളാണ്, അനർബിയാണ്. സൽമാനുൽ ഫാർസി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് പറയുകയാണ്, ലൗക്കാനൽ ഈമാനു മുഅല്ലക്കൻ ഇന്ദ സുറയ്യ, ഈമാൻ കാർത്തിക നക്ഷത്രം വരെ ചെന്ന് എത്തിയാലും, അവിടെ പോയി അത് അവിടെ നിന്നാലും, ലനാലഹു റിജാലുൻ ഔ റജുലുൻ മിൻ ഹൗലായി, ബുഖാരിയുടെ ചില പ്രതികളിൽ റിജാലുൻ എന്നാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്, ചില പ്രതികളിൽ റജുലുൻ എന്നുമുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൽപ്പെട്ട ഒന്നിലധികം ആളുകൾ, അല്ലെങ്കിൽ ഒരാൾ. ഈ ഔ എന്ന് പറഞ്ഞത് റാവിയുടെ സംശയമാണ്. അതായത് ഇതിൻ്റെ നിവേദകൻ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിജാലുൻ എന്ന് പറഞ്ഞോ റജുലുൻ എന്ന് പറഞ്ഞോ, ഒന്നിലധികം ആളുകൾ എന്ന് പറഞ്ഞോ ഒരാളെന്ന് പറഞ്ഞോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ രണ്ടിലൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഒന്നിലധികമോ ഒരാളോ വന്നുകൊണ്ട് അതിനെ വീണ്ടും ഭൂമിയിൽ പുനഃസ്ഥാപനം ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ അവിടെ ആ ചോദ്യം ചോദിച്ചത് ഏത് സമൂഹം എന്ന് പറയുമ്പോൾ ആ സമൂഹം ആ ചോദ്യത്തിലുള്ള ഒരു സന്ദേഹം അകറ്റുന്നതോടു കൂടി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിയിൽ ഇത് താനല്ല വരുന്നത് മറ്റൊരാളാണെന്ന് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വിശദീകരിക്കുന്നത് ഫാർസി വംശജരിൽപ്പെട്ട ഒരാളാണ് വരിക, ഞാനല്ല വരിക. പക്ഷേ അത് ഖുർആൻ പറഞ്ഞത് എന്താണ്? അവർ ചോദിച്ച ഏത് സമുദായം എന്ന് ചോദിക്കാൻ കാരണം റസൂലുള്ളാഹി തന്നെ വരും പോലെയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിപുരുഷനായിട്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയായിക്കൊണ്ട് ഒരാൾ വരും എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നും അത് സൽമാനുൽ ഫാർസിയിൽപ്പെട്ട ആളായിരിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഈ ഹദീസ്, ഈ ഖുർആൻ്റെ ആയത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ ജലാലിനിയെപ്പോലുള്ള ആളുകൾ മഹ്ദി ഇമാമിൻ്റെ ആഗമനമാണ് എന്നുകൂടി എഴുതിയിട്ടുണ്ട്. ഈ വരവ് മഹ്ദി ഇമാമിൻ്റെ ആഗമനമാണ് എന്നുകൂടി മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ ഗുണഗണങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിപുരുഷനായിക്കൊണ്ട് ഒരാൾ വരുന്നെന്ന് ഇവിടെ ആയത്തിൽ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. മുകളിൽ പറഞ്ഞത് ഇത് അള്ളാഹുവിൻ്റെ തസ്ബീഹ് ചെയ്യുന്നു, മാഫിസ് സമാവാത്തി മാഫിൽ അർദി, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവ, അൽ മലിക്കുൽ ഖുദ്ദൂസു, രാജാവും പരിശുദ്ധനുമായ ആൾ, അൽ അസീസുൽ ഹക്കീം, പ്രതാപവാനും യുക്തിജ്ഞനുമായ. ഈ 4 സിഫത്തുകൾ, 4 ഗുണങ്ങൾ, മലിക്ക് രാജാവെന്നും, ഖുദ്ദൂസ് പരിശുദ്ധനെന്നും, അസീസ് പ്രതാപവാനെന്നും, ഹക്കീം യുക്തിജ്ഞനെന്നുമുള്ള ഈ 4 സിഫത്തുകളുടെ പ്രഭാവമായിട്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം ഇവിടെ എടുത്തു പറയുന്നത്. കാരണം രാജാവാണ് സാധാരണഗതിയിൽ അതിന് നിയമങ്ങൾ പറയേണ്ടത്. അതിന് പറഞ്ഞ് യത്ലു അലൈഹിം ആയാത്തിഹി, റസൂലുള്ളാഹിൻ്റെ 4 ഗുണത്തിൽ ഒരു ഗുണം, ആദ്യമായി ഗുണം പറഞ്ഞ് മലിക്കായതുകൊണ്ട്, രാജാവായതുകൊണ്ട് അവൻ്റെ നിർദ്ദേശങ്ങളും അവൻ്റെ ആയത്തുകളും അവൻ്റെ കൽപ്പനകളും വിശദീകരിക്കുന്ന ആളായിരിക്കും പ്രവാചകൻ. അടുത്തത് ഖുദ്ദൂസ് എന്ന് പറഞ്ഞു, പരിശുദ്ധൻ. ഇവിടെ പറഞ്ഞ യുസക്കീഹിം, അവരെ അദ്ദേഹം പരിശുദ്ധീകരിക്കും എന്ന് പറയുന്നു. അപ്പം പരിശുദ്ധീകരിക്കുന്ന, ആദ്യത്തേത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെങ്കിലും അടുത്ത വചനം വളരെ സരളമായി മനസ്സിലാക്കാവുന്ന വിധത്തിലാണ് ഉള്ളത്. ഖുദ്ദൂസ്, പരിശുദ്ധനായ റബ്ബിൽ നിന്ന് വന്ന അദ്ദേഹം പരിശുദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ നിയമസംഹിതയും പ്രവാചകൻ്റെ സുന്നത്തും അനുസരിച്ച് നടക്കുന്ന ആളുകളെ ശുദ്ധീകരിക്കുന്നതാണ്. ആ നിയമസംഹിതയിൽ പ്രവാചകൻ്റെ പ്രാക്ടിക്കൽ വശമുണ്ട്. അതനുസരിച്ച് നടക്കുന്ന ആൾ ആത്മസംസ്കരണം ലഭ്യമാകുന്നതാണ്, അയാളുടെ ജീവിത വിശുദ്ധി അയാൾക്ക് ലഭിക്കുന്നതാണ്. അതിനുശേഷം പിന്നീട് പറഞ്ഞത് അൽ അസീസ്, പ്രതാപവാൻ.
അവിടെ ഖുർആൻ എടുത്ത് പറഞ്ഞു യുഅല്ലിമുഹുൽ കിതാബ്, അവർ കിതാബ് പഠിപ്പിക്കുമെന്നാണ്. വിശുദ്ധ ഖുർആനിൽ ഖുർആനെക്കുറിച്ച് പരാമർശിക്കുന്ന പല ആയത്തുകളിലും വരുന്നത് മേലെ അസീസ് എന്നുള്ള സിഫത്തിനെ എടുത്തുദ്ധരിച്ചുകൊണ്ടാണ്. പ്രതാപവാനായ അള്ളാഹുവിൻ്റെ പ്രതാപത്തെ നിലനിർത്തുന്ന ആ ഗ്രന്ഥത്തെക്കുറിച്ച് അവർക്ക് പഠിപ്പിക്കും. അടുത്തത് പറഞ്ഞു ഹക്കീം, യുക്തിജ്ഞൻ എന്നാണ്. ആ യുക്തിജ്ഞനാണ് എന്നുള്ളതിന് വൽ ഹിക്മത്ത്, ആ ഹിക്മത്ത് പഠിപ്പിക്കുന്നതാണ്, യുക്തിജ്ഞാനം പഠിപ്പിക്കുന്നവരാണ്. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ 4 സിഫത്തുകളുടെ പ്രഭാവം ഇവിടെ വെളിപ്പെടുകയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പറയുന്നതെങ്കിൽ, അടുത്ത ആയത്തിൽ വ ആഖരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം, അവരോട് ഇന്നേ വരെ ചേർന്നിട്ടില്ലാത്ത മറ്റൊരു സമുദായത്തിലും നിയോഗമുണ്ടാകുമെന്ന് പറയുമ്പോൾ അവിടെ നിയമസംഹിതയെക്കുറിച്ച് യത്ലു അലൈഹിം ആയാത്തി എന്നുള്ളതിനെ പരാമർശിച്ച മലിക്കിനെ കുറിച്ച് പറഞ്ഞില്ല. റസൂലുള്ളാഹിയുടെ സുന്നത്തിനനുസരിച്ച് ജീവിക്കുന്ന ആ വിശുദ്ധ ജീവിതത്തിലേക്ക് ഖുദ്ദൂസ് എന്ന് യുസക്കിഹിം എന്ന ഇത് പരാമർശിച്ച ഖുദ്ദൂസ് എന്ന പദവും പിന്നെ അള്ളാഹുവിൻ്റെ സിഫത്തിനെയും പറഞ്ഞില്ല. മറിച്ച് വഹുവൽ അസീസുൽ ഹക്കീം, അദ്ദേഹം കിതാബും ഹിക്മത്തും പഠിപ്പിക്കുന്നവനാണ് എന്ന സിഫത്തിൻ്റെ കൂടെ വന്ന ആ 2 ഗുണങ്ങൾ മാത്രമാണ് പറഞ്ഞത്. പ്രതാപവാനും യുക്തിജ്ഞനുമാണ്. അപ്പം ഒരിക്കലും തന്നെ കിതാബ് കൊണ്ട്, അതായത് പുതിയ ന്യായപ്രമാണം കൊണ്ടുവരികയില്ല, പുതിയ സുന്നത്തുകളുമില്ല. ഇത് തന്നെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കൈഫാൻതും ഇതാ നസലബിന് മറിയാം ഫീക്കും ഇമാമക്കും മിൻകും എന്ന് പറഞ്ഞതിന് മുസ്ലിമിൽ വരുമ്പോൾ അമ്മക്കും മിൻകും എന്ന് വരുന്നു. അമ്മക്കും ബി കിതാബി റബ്ബിക്കും അസവജല്ല ഒബി സുന്നത്തി നബിക്കും, നിങ്ങളുടെ നാഥനായ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെയും അതേപോലെ തന്നെ പ്രവാചകൻ്റെ സുന്നത്തിനെയും അധികരിച്ചുകൊണ്ടാണ് അദ്ദേഹം നിങ്ങൾക്ക് ഇമാമത്ത് വഹിക്കാമെന്നാണ്. അപ്പോൾ ഇവിടെ ഗ്രന്ഥവും ജ്ഞാനവും പഠിപ്പിക്കുന്ന പ്രവാചകൻ്റെ സിഫത്തിനെയാണ്, അള്ളാഹുവിൻ്റെ സിഫത്തിനെ കുറിച്ചാണ് ഇവിടെയും പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ അതുതന്നെയാണ് ഹദരത്ത് മിർസ ഗുലാം മുഹമ്മദ് ഇസ്ലാമിൻ്റെയും വാദം. താൻ പുതിയൊരു ന്യായപ്രമാണവുമായി വന്നിട്ടില്ല, പുതിയൊരു പ്രവാചകൻ്റെ സുന്നത്തും അനുഗമിക്കുന്നില്ല. ഞാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിന് അനുധാവനം ചെയ്യുന്ന അനുധാവനം ചെയ്യുന്ന ഒരാളാണ്. മാത്രമല്ല എനിക്ക് വിശുദ്ധ ഖുർആൻ അല്ലാതെ മറ്റൊരു ശരീഅത്തുമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഉമ്മീങ്ങളിൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് എന്ന് പരിചയപ്പെടുത്തുമ്പോൾ തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നിയോഗം ആ സഹാബാക്കളുമായി ചേർന്നിട്ടില്ലാത്ത മറ്റൊരു സമുദായത്തിൽ ഉണ്ടാകുമെന്നും വിശദീകരിച്ചു തരുന്നു. അതിനെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരിച്ചും അതിനെ വ്യാഖ്യാനിച്ചും തന്നത് ഹദരത്ത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കുടുംബ പരമ്പരയിൽ നിന്നുള്ള ഒരു മഹാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ചാണ്. വാഗ്ദത്ത മഹദി മസീഹ് ഹദരത്ത് മിർസ ഗുലാം അഹമ്മദ് അലൈഹി സ്വലാം ഈ കാലഘട്ടത്തിൽ വന്ന് പ്രഖ്യാപിച്ചതും പറഞ്ഞതും താൻ സൽമാനുൽ ഫാരിസിയുടെ വംശത്തിൽ നിന്നാണ് ആഗതരായത് എന്നാണ്. മാത്രമല്ല തനിക്ക് പുതിയൊരു ശരീഅത്തോ പുതിയൊരു ദൗത്യമോ പുതിയ ഏതെങ്കിലും രീതിയിലുള്ള പ്രമാണങ്ങളോ ഇല്ല എന്നും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ദൗത്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സത്യസന്ധതയെ ലോകത്ത് മുഴുവനും പ്രഖ്യാപിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക മാത്രമാണ് തൻ്റെ ദൗത്യമെന്നും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ചില ആളുകൾ ഈ ആയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിയോഗിച്ചത് ആ സമുദായത്തിൽ ഉമ്മീങ്ങളിൽ, വരാനിരിക്കുന്ന സമുദായങ്ങൾക്കും ഈ പ്രവാചകൻ തന്നെയാണ് പ്രവാചകൻ എന്ന് പറയാറുണ്ട്. വെറുതെ, അതായത് എന്തിനേയും എതിർക്കുക എന്നുള്ളൊരു നിലയിലാണ് അവർ ഈ ഹദീസിനെ മൂടി വെച്ചിട്ടാണ് പ്രചരിപ്പിക്കുന്നത്. ഈ ഹദീസിനെ കുറിച്ച് പറയില്ല. അതിനവർ പറയുന്ന പല ന്യായങ്ങളുണ്ട്. ഇപ്പോൾ കുറേ അറബി ഗ്രാമറിൻ്റെ കളി കളിച്ചുകൊണ്ടിരിക്കും, വേറെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. ഉദാഹരണമായിട്ട് അധികവും പറഞ്ഞു വരുന്നത് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗം വീണ്ടും ഉണ്ടാകണമെങ്കിൽ വ അലൽ ആഖരീൻ എന്ന് വരണം. ആ പിന്നെ ആഖരീങ്ങളുടെ മേലു കൂടെ വേണം എന്ന് പറയണമെന്ന്. വ ആഖരീൻ എന്ന് പറഞ്ഞാൽ പറ്റുകയില്ല എന്ന് പറയാറുണ്ട്. വാസ്തവത്തിൽ അത് മറ്റൊരു വിഡ്ഢിത്താണ്. വത്തഖുല്ലാഹല്ലദീ തസാലുന ബിഹി വൽ അർഹാം, അവിടെ ഒബിഹിൽ അർഹാം എന്ന് പ്രയോഗിച്ചിട്ടില്ല. ഇത് വളരെ രസകരമായിട്ട് അൽഫയിലും മറ്റും ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. നമ്മളതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം വിശദീകരിച്ച വിശദീകരണത്തെ വിസ്മരിച്ചുകൊണ്ടാണ് റസൂലുള്ള തന്നെയാണ് ബാക്കിയുള്ളവർക്കും പ്രവാചകൻ എന്ന നിലയിൽ ഇവർ വിശദീകരിക്കാറുള്ളത്. വാസ്തവത്തിൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വിശദീകരണം നൽകിക്കൊണ്ട് സഹാബത്തിനും അവിടെ സംശയമുണ്ട്. പക്ഷേ അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഈ പ്രചാരണം നടത്തി വരുന്നത്. അതെ, മാത്രമല്ല നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ വിശുദ്ധ ഖുർആൻ ഈ ആയത്തിൻ്റെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഹദരത്ത് മിർസ ഗുലാം മുഹമ്മദ് അലൈഹി സ്വലാം വന്ന് പ്രഖ്യാപിച്ചതും പറഞ്ഞതും വോ പേശുവാ ഹമാര ജിസ്സെഹെ നൂർ സാര, അതായത് അദ്ദേഹമാണ്, ആ മഹാത്മാവുമാണ് എൻ്റെ വന്യഗുരു, അദ്ദേഹത്തിൽ നിന്നാണ് എല്ലാ തരത്തിലുള്ള പ്രകാശവും നിർഗളിച്ചുകൊണ്ടിരിക്കുന്നത്.
വോഹെ ചീസ് ക്യാഹും, അദ്ദേഹമാണ് എല്ലാമെല്ലാം, ഞാൻ എന്താണ്, ഞാനൊന്നും തന്നെയല്ല. നാ മുസ്കാഹെ മുഹമ്മദ്, അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് എന്ന് ഹദ്റത്ത് മിർസ ഗുലാം അഹ്മദ് ഇസ്ലാം വ്യക്തമാക്കുന്നു. പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം, ഈ ഉമ്മത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതരാകുമെന്ന് പറഞ്ഞ വാഗ്ദത്ത മസീഹ് വാസ്തവത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തന്നെ മറ്റൊരു വരവായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് അത് വ്യാഖ്യാനിച്ചു തന്നത്. ഇതോടനുബന്ധിച്ച് ഉയർന്നു വരുന്ന മറ്റ് ചില വിഷയങ്ങൾ കൂടി നമുക്ക് പരാമർശിക്കാം. ഉദാഹരണമായി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ നബിയ ബാദി എന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഇനി പ്രവാചകന്മാരുടെ ആഗമനമേ ഇല്ല എന്ന് വിശദീകരിക്കുന്നവരുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തൻ്റെ പിതൃവ്യനായ ഹദ്റത്ത് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു സന്ദർഭത്തിൽ പറഞ്ഞത്, ഞാൻ ഖാത്തമുൻ നബീനാണ്, താങ്കൾ ഖാത്തമുൽ മുഹാജിരീനാണ്. ഇവിടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദമാക്കുന്നത് താൻ ഏതു വിധത്തിൽ നബിമാർക്ക് മുദ്രയാണോ അല്ലെങ്കിൽ നബിമാർക്ക് ശ്രേഷ്ഠനാണോ അതേ രീതിയിൽ താങ്കൾ മുഹാജിരീങ്ങൾക്ക് ശ്രേഷ്ഠനാണെന്നാണ്. അതുപോലെ ഹദ്റത്ത് അലി റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ പറഞ്ഞത്, ഞാൻ പ്രവാചകന്മാർക്ക് ഖാത്തമാണ്, അതുപോലെ തന്നെ താങ്കൾ ഔലിയാക്കൾക്ക് ഖാത്തമാണ്. ഇതിൻ്റെ വിശദീകരണങ്ങളുടെ വെളിച്ചത്തിൽ ചില പരാമർശങ്ങൾ കൂടി നമുക്ക് ഈ സന്ദർഭത്തിൽ വിശദീകരിക്കാം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഈ ഹദീസുകളുടെ വെളിച്ചത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ദൗത്യ പ്രഖ്യാപനത്തെയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രേഷ്ഠതയെയും സാധാരണഗതിയിൽ നിരാകരിക്കാനാണ് മുസ്ലിം സമൂഹം തയ്യാറാകുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തമുൻ നബീൻ ആയതുകൊണ്ട് ഇനി ഒരാൾ വരാനില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ആഖരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം എന്ന് പറഞ്ഞതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിപുരുഷനായിട്ട് ഒരാൾ വരാനുണ്ട്. ആ വരുന്ന ആൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ചെയ്തത് അതാണ് എടുക്കുന്നത്. ഈ വരുന്ന ആൾ മഹ്ദി ഇമാമാണ് എന്ന് ജനങ്ങൾ പറയുന്നു. മഹ്ദി ഇമാമ് വരുമ്പോൾ അദ്ദേഹത്തിന് നുബുവത്തുണ്ടാകോ ഇല്ലേ എന്നുള്ള പ്രശ്നം വേറെയുണ്ട്. മഹ്ദിയും മസീഹും ഒരാളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും മസീഹിന് നുബുവത്തുണ്ടെന്ന് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിൽക്കുമ്പോൾ ഖാത്തമുൻ നബിയീൻ എന്നുള്ള ഒരു ആയത്തിൻ്റെ കഷ്ണം എടുത്തുകൊണ്ട് അതുകൊണ്ട് വ്യാഖ്യാനങ്ങൾ പറയുമ്പോൾ ചില ആളുകൾ എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ മുഹാജിരീങ്ങളുടെ ഖാത്തമാണ് എന്ന് പറഞ്ഞതിന് എന്ത് പറയുന്നത് വെച്ചാൽ, ഹദ്റത്ത് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മുഹാജിരീങ്ങളിൽ അവസാനം ഹിജ്റത്ത് ചെയ്ത ആളായിരുന്നു. ലാ ഫത്ത ബദൽ ഹിജ്റ, ഹിജ്റത്തിന് ശേഷം വേറെ ലാ ഹിജ്റത്ത ബാദൽ ഫത്തഹ്, ഫത്തഹിന് ശേഷം പിന്നെ ഹിജ്റത്തേ ഇല്ല. അതുകൊണ്ട് അവസാനമായിട്ടാണ് ഹദ്റത്ത് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഹിജ്റത്ത് ചെയ്തത്. അതുകൊണ്ട് അവസാനത്തെ നബിയാണ്, അവസാനത്തെ ഹിജ്റ വന്ന ആളുമാണ് എന്ന് പറയുന്ന പിടിച്ചിമ തൂങ്ങുന്ന പടിയുണ്ട്. അതായത് അടിച്ച പടിയുമ്പോൾ തന്നെ ചുരുണ്ടുകൂടുക എന്ന് പറയും. ഇതേപോലത്തെ ഒരു സ്വഭാവം ഇപ്പോൾ അടുത്ത കാലത്ത് ചില ആലിമുകളിൽ നാം കാണുന്നുണ്ട്. വാസ്തവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാത്തമുൻ നബീൻ എങ്ങനെയാണ് എന്ന് വിശദീകരിച്ചത്, അബ്ബാസ് എങ്ങനെയാണ് ഖാത്തമുൽ മുഹാജിരീൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തമുൻ നബീൻ ആയതുപോലെയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാത്തമുൽ മുഹാജിരീൻ ആയത് എന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് തൻ്റെ കയ്യിലുള്ള ഈ അവസാനത്തെ എന്നെടുത്തിട്ട് രണ്ടിനെയോടും കൂട്ടി ഒരുമിച്ച് ഒതുക്കുന്ന ഒരു സ്വഭാവമാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ പ്രശ്നം ഉണ്ടായത്, ഹദ്റത്ത് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മദീനത്തേക്ക് മക്കത്ത് നിന്ന് ഹിജ്റത്ത് ചെയ്ത ആളുകളിൽ അവസാനം വന്നത് എന്ന് പറഞ്ഞാൽ അവസാന ഭാഗത്താണ് അദ്ദേഹം വന്നത്. അപ്പോൾ അദ്ദേഹത്തിനൊരു സംശയം തൻ്റെ ഹിജ്റത്ത് കബൂലായി പോയിട്ടുണ്ടോയെന്ന്. കാരണം ഹിജ്റത്ത് അതിന് മുമ്പ് 6-7 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന ഹിജ്റത്ത് അത്രയും ആളുകളുടെ ത്യാഗങ്ങൾ വരിച്ച് നിൽക്കുമ്പോൾ അദ്ദേഹം ആ ഹിജ്റത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. താൻ അവസാനമായിട്ടാണ് ഹിജ്റത്ത് ചെയ്ത ഉടനെ തന്നെ ഫതഹും സംഭവിച്ചു എന്ന നിലയിൽ അദ്ദേഹത്തിന് വിഷമമുണ്ടായിരുന്നു. ഈ വിഷമത്തെ കണ്ടുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനം പറയുന്നത്. ഈ പറയുന്ന ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, വചനത്തിൻ്റെ ആദ്യത്തെ തല കട്ട് ചെയ്യും. അതായത് ഹൽക്ക് പിടിച്ച പോലെയാണ് ഹദീസിൻ്റെ. ആദ്യം പറഞ്ഞ ഇത്മൈന്ന യാ മീ എന്നാണ് പറഞ്ഞത്, എൻ്റെ പിത്രിയ താങ്കൾ സമാധാനത്തിലിരിക്കുക. അപ്പോൾ സമാധാനത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനുണ്ടായ സമാധാനക്കേടിന് സമാധാനം എന്ന നിലയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാന്ത്വനമായിട്ടാണ് ഈ വാക്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അവിടെ അദ്ദേഹം പറയുന്നത് താൻ അവസാനത്തെ ആളായതുകൊണ്ട് തനിക്ക് വിഷമമുണ്ടെന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി എന്താണ് പറയുന്നത്, ഇവരർത്ഥത്തിൽ ഇവർ കൊടുക്കുന്ന അർത്ഥം ശരിയാണെങ്കിൽ നീ അവസാനത്തെ ആൾ തന്നെയാണ്, ഞാനും നബിയിൽ അവസാനത്തെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ സമാധാനമാവില്ല. ആ സമാധാനക്കേടിനെ മാറ്റാൻ വേണ്ടി റസൂലുള്ളാഹി എന്താണ് പറയുന്നത്, എങ്ങനെ മുഹാജിരീങ്ങളിൽ താൻ ഖാത്തമാണോ, ഖാത്തം എന്ന വാക്കിനർത്ഥം വരാനിരിക്കുന്നവർക്ക് അതിൻ്റെ അടയാളമുണ്ടാക്കുന്ന ആളെന്നാണ്. ഖാത്തം എന്നുള്ള വാക്കിന് ഇമാം റാഗിബ് കൊടുത്ത അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ
താസീറു ഷൈ കനക്ഷിൽ ഖാത്തം, വരാനിരിക്കുന്ന ആളുകളിൽ അടയാളപ്പെടുത്തുന്ന തൻ്റെ ഓതൻസിറ്റി, തൻ്റെ അംഗീകാരം, തൻ്റെ സാക്ഷ്യപത്രം കൊടുക്കുന്ന ആളെന്നാണ്. അപ്പോൾ ഖാത്തമുൽ മുഹാജിരനായ ഹസ്രത്ത് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന് ശേഷം വരുന്ന ലോകത്ത് നടക്കുന്ന സകല ഹിജ്റത്തുകൾക്കും ഈ ഹിജ്റത്തിൽ റസൂൽ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആ ഹിജ്റത്തിൻ്റെ മുദ്ര ഉണ്ടായിരിക്കും. വരാനിരിക്കുന്ന ആളുകൾക്ക് ഖാത്തമുൽ മുഹാജിരിനാണ് എന്നാണ് റസൂൽ തിരുമേനി പറഞ്ഞത്. എങ്ങനെ? അതായത് ഖാത്തമിൻ്റെ ഒരു അർത്ഥമായ താസീറു ഷൈ, മറ്റൊരു വസ്തുവിൽ അടയാളമുണ്ടാക്കുക എന്ന അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞത്. അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ വലിയ മുഹാജിറൊന്നും അല്ല അദ്ദേഹം. അപ്പോൾ വരാനുള്ള കാലങ്ങളിൽ ഖാത്തമിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥം, ഹക്കീക്കി മാന എന്ന് പറയുക യഥാർത്ഥ അർത്ഥം, വരുന്ന ആളുകൾക്ക് ഖാത്തം, വരുന്ന ആളുകൾക്ക് സാക്ഷി മുദ്ര എന്ന നിലയിലാണ്. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ എത്ര തന്നെ ബാക്കിൽ വന്നാലും അദ്ദേഹത്തിൻ്റെ ഹിജ്റത്തിൻ്റെ പ്രാധാന്യം ഒരിക്കലും കുറയുന്നില്ല. അദ്ദേഹം വരുംകാല മുഹാജിരിങ്ങൾക്ക് ഖാത്തമായിട്ടാണ് ഇവിടെ നിലകൊള്ളുന്നത്, വരുംകാല മുഹാജിരിങ്ങൾക്ക് അടയാളമായിട്ടാണ് ഇവിടെ നിലകൊള്ളുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം വരുംകാല മുഹാജിരിങ്ങൾക്ക് അനിവാര്യമായി വരും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എങ്ങനെ? തൻ്റെ ഉമ്മത്തിൽ വരുന്ന പ്രവാചകർക്ക് പ്രവാചകത്വ പദം, നബുവത്ത് പദം ലഭിക്കുന്നവർക്ക് തൻ്റെ ഖാത്തമിൻ്റെ മുദ്ര ആവശ്യമാകും എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു വളരെ വ്യക്തമായിട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യത്തെ ഖാത്തമിന് ഇല്ലാത്ത ഒരർത്ഥം, അത് ആലങ്കാരികമായിട്ടുള്ള അർത്ഥമാണ് അവസാനിപ്പിക്കുന്നവനെന്ന്. അങ്ങനെയാണെങ്കിൽ ഹിജ്റത്ത് അന്ന് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നുബുവത്ത് അവസാനിപ്പിച്ചു, ഇനി നബി ഇല്ല എന്ന് പറഞ്ഞാൽ ലാ നബി അബാദി, ഇനി ഒരു നബി ഇല്ല എന്ന് പറയുന്നത്. അതേ ആളുകൾ തിരിച്ചെന്താ പറയുന്ന ലാ ഹിജ്റത്ത ബാദൽ ഫതഹി, ഫതഹിന് ശേഷം ഇനി ഹിജ്റത്തില്ല എന്ന് പറഞ്ഞതിന് അത് ആ ഹിജ്റത്ത് മാത്രമാണ്. മദീനത്തേക്ക് മക്കത്ത് നിന്ന് വന്ന ആ ഹിജ്റത്തിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞതെന്ന് പറയും. അത് മഖ്സൂസാണ്, ഒരു പ്രത്യേക ഉള്ളതാണെന്ന് പറയും. അതേസമയത്ത് ലാ നബി അബാദി പറയുമ്പോൾ എന്താ പറയുക, അതിനിവിടെ അടയാളമൊന്നുമില്ല, അത് ഖിയാമത്ത് വരെയാണെന്ന്. അപ്പോൾ അവനവന് തോന്നിയ മാതിരിയാണ് വ്യാഖ്യാനിക്കുന്നത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേക ഹിജ്റത്തിനെ കുറിച്ച് പറഞ്ഞതല്ല, ഹിജ്റത്തിനെ മൊത്തത്തിൽ പറഞ്ഞതാണ്. അതേപോലെ തന്നെ ഒരു പ്രത്യേക നുബുവത്തിന്, റസൂൽ തിരുമേനിയുടെ നുബുവത്തിനെ എടുത്ത് പറയുമ്പോൾ വരാനിരിക്കുന്ന നുബുവത്തുകളെ കുറിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് പറയുന്നത്. അതിൽ ഖാത്തമിൻ്റെ താസീറു ഷൈ എന്നുള്ള അർത്ഥമാണ് എടുത്തിട്ടുള്ളത്. ഒരേ സമയത്ത് എല്ലാ അർത്ഥങ്ങളും ഒരേപോലെ പ്രയോഗിക്കണമെന്നില്ല. അതേസമയത്ത് പ്രയോഗത്തിലുള്ളപ്പോൾ ആന ചെരിഞ്ഞു എന്ന് പറഞ്ഞാൽ ആന ചത്തു, മരം ചെരിഞ്ഞു പറഞ്ഞാൽ മരം വീണു എന്നാണ്. ഇത് രണ്ടിനും ചെരിഞ്ഞു എന്ന് അർത്ഥമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആന ചെരിഞ്ഞിട്ടുള്ളൂ, അതായത് വീണിട്ടുള്ളൂ, ചത്തിട്ടില്ല എന്ന് പറയുന്നത് പോലുള്ള ഒരു സ്വഭാവമാണ്. ഖാത്തമിന് എവിടെയെങ്കിലും ആലങ്കാരികമായിട്ടൊരർത്ഥം അവിടെ അവസാനിപ്പിക്കുന്നവനെന്നുള്ളത് കൊണ്ട് ഹിജ്റത്തിന് അവസാനിപ്പിക്കുന്നവനെന്ന അർത്ഥം കൊടുത്താൽ പിന്നെ ഹിജ്റത്ത് ഇവിടെ ഉണ്ടാവുകയില്ല. അതായത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായ ഭാഷയിൽ മനസ്സിലാക്കി തരുന്നത് ഒരിക്കലും തന്നെ ഖാത്തമ എന്നുള്ള പദം അവസാനിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല എന്നും, അത് ആ വ്യക്തിയുടെ പ്രാധാന്യത്തെയും ആ സംഭവത്തിൻ്റെ പ്രാധാന്യത്തെയും ഒക്കെ എടുത്തു പറയുന്നതിന് വേണ്ടിയാണ് പ്രയോഗിക്കുന്നത് എന്നും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി ഹദീസിൽ നമുക്ക് മനസ്സിലാകുന്നു. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ ആണ് ഖാത്തമുൻ നബീൻ എന്നുള്ള പ്രയോഗമുള്ളത്. അതേ വിശുദ്ധ ഖുർആൻ തന്നെയാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മറ്റൊരു നിയോഗത്തെക്കുറിച്ചും വ്യക്തമാക്കുന്നത്. വാഹരീന മിൻഹും ലമ്മ എൽഹഖു ബിഹിം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരിച്ചു തന്നത് ലൈസ ബൈനി വ ബൈനഹു നബിയുൻ, എനിക്കും അദ്ദേഹത്തിനുമിടയിൽ നബിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് വാഹരീന മിൻഹും ലമ്മ എൽഹഖു ബിഹിം എന്നതിൻ്റെ വെളിച്ചത്തിൽ വരുന്ന വന്യാത്മാവ് തീർച്ചയായും നബിയായിരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി തരുന്നത്. അതുകൂടാതെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞത് കൈഫ തഹ്ലികു ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത് എങ്ങനെയാണ് നശിക്കുക, അനഫി അവലിഹ വൽ മസീഹ് ഇബ്നു മറിയമ ഫി ആഖിരിഹ, ഞാനതിൻ്റെ ആദ്യത്തിലും ഇബ്നു മറിയം അതിൻ്റെ അവസാനത്തിലുമുള്ള ഒരു ഉമ്മത്ത് എങ്ങനെ നശിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. സ്വാഭാവികമായും ഇവിടെ വാഖരീന മിൻഹും ലമ്മ എൽഹഖു ബിഹിം എന്നതിൻ്റെ ഒരു വിശദീകരണം കൂടിയാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. അതിൻ്റെ വെളിച്ചത്തിൽ ഹദ്റത്ത് അഹ്മദ് അലൈഹി ഇസ്ലാം ലോകത്തോട് പ്രഖ്യാപിച്ചതും താൻ ഈ കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ വന്ന, അഥവാ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഈ ദൗത്യ പ്രഖ്യാപന കാലഘട്ടത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ വാഗ്ദത്ത മഹ്ദി മസിഹായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് അള്ളാഹു എന്നെ ഈ കാലഘട്ടത്തിൻ്റെ ഉമ്മത്തി നബി ആക്കിയിരിക്കുന്നു എന്നുമാണ്. ഇൻഷാ അല്ലാഹ് ഇത് സംബന്ധമായിട്ടുള്ള മറ്റു ചില വിഷയങ്ങളുമായി വീണ്ടും കാണാം. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.